ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. നവംബർ 27-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഭരണഘടന വന്നതിൻ്റെ 75-ാം വർഷമാണ് നമ്മൾ ആഘോഷിക്കുന്നതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഭരണഘടന, അതിൻ്റെ റിലവൻസ് തുടങ്ങിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസവും ഇന്നുമായിട്ട് ഒരുപാട് ആർട്ടിക്കിളുകൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ള തുടക്കത്തിൽ. അപ്പോൾ ഈ ഒരു ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ചും പോളിസികളുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും ലിബറൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യൂ ലിബറൽ പോളിസികൾ എങ്ങനെയാണ് ഇന്ത്യയെ സ്വാധീനിച്ചത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ 75 വർഷമായി ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി, അതായത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, ഒരുപാട് ഡൈവേഴ്സ് ആയിട്ടുള്ള ഐഡിയോളജി ഡിസ്കസ് ചെയ്യുകയും ഭരണഘടനയ്ക്ക് ഒരു നല്ല രൂപം കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ റൈറ്റ് വിങ് ആയിട്ടുള്ള ഐഡിയോളജി മുതൽ ലെഫ്റ്റ് വിങ് ആയിട്ടുള്ള ഐഡിയോളജി വരെ അവർ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡന്റിറ്റി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലിബറലിസം എന്ന് പറയുന്ന ഐഡിയോളജി, അതായത് കുറെ കൂടി ലിബറൽ ആയിട്ടുള്ള ഒരു ഐഡിയോളജിയിലേക്കാണ് ഇന്ത്യൻ ഭരണഘടന കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ലിബറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഗവൺമെന്റിന് ഒരു സോഷ്യോ എക്കണോമിക് ഇനീക്വാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവാദിത്തമുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കുറെ കൂടി പ്രൈവറ്റ് ആയിട്ടുള്ള നിലനിൽപ്പ് അല്ലെങ്കിൽ പ്രൈവറ്റ് വ്യക്തികൾ, പ്രൈവറ്റ് സ്വത്തുക്കൾ കീപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് ഇന്ത്യൻ ഭരണഘടന കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ പിന്നോക്കം പോകുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് റിസർവേഷൻ എന്ന് പറയുന്ന ഐഡിയോളജിയും ആശയവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഇനീക്വാലിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുവഴി ഡെവലപ്മെന്റിൽ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്താൻ പറ്റും എന്നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ കരുതിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ലിബർട്ടി എന്ന് പറയുന്ന ആശയം വളരെ സെൻട്രൽ ആയിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഈ ഒരു ലിബർട്ടി എന്ന് പറയുന്ന ആശയത്തെ സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകുന്നതിൽ, ഇക്വാലിറ്റി ഉറപ്പുവരുത്തുന്നതിലും ഭരണഘടനാ നിർമ്മാതാക്കൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സോഷ്യോ എക്കണോമിക് ഇക്വാലിറ്റി കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ വളരെ കോർ ആയിട്ടുള്ള ഐഡിയ ആണ്. ഇഗാലിറ്റേറിയൻ ആയിട്ടുള്ള, എല്ലാവരെയും തുല്യരായിട്ടുള്ള ഒരു സൊസൈറ്റി രൂപീകരിക്കുക എന്നുള്ളതും ഉദ്ദേശം തന്നെയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ എക്കണോമിക് ഇനീക്വാലിറ്റിനെ മിനിമൈസ് ചെയ്യുക എന്നുള്ളതും എല്ലാവരും തുല്യരായിട്ടുള്ള ഇഗാലിറ്റേറിയൻ സൊസൈറ്റി കൊണ്ടുവരിക എന്നുള്ളത് ജോൺ റോൾസ് പ്രിൻസിപ്പിൾസ് എന്നാണ് അറിയപ്പെടുന്നതായിട്ടുള്ളത്. എല്ലാവർക്കും തുല്യ അവകാശങ്ങളും ഓപ്പർച്യൂണിറ്റീസും ലഭിക്കുന്ന ഒരു സാഹചര്യത്തെയാണ് ജോൺ റോൾസ് പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. ആ ഒരു ആശയം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടനയും ശ്രമിക്കുന്നതായിട്ടുള്ളത്. അത് നമുക്ക് DPSP-യിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഭാഗത്ത് ആർട്ടിക്കിൾ 38(2)-ലും 38(9)-ലും ഒക്കെ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ രാജ്യത്തെ ഇൻകം ഇനീക്വാലിറ്റി കുറക്കുക, സോഷ്യോ എക്കണോമിക് ഡിസ്പാരിറ്റീസ് കുറക്കുക, വെൽത്ത് കോൺസെൻട്രേഷൻ, ചില പ്രത്യേക വ്യക്തികളിൽ മാത്രം സ്വത്തുക്കൾ കൂടുതലായിട്ട് വരുന്നത് സാഹചര്യം ഒഴിവാക്കുക എന്നുള്ള ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യലിസം എന്ന് പറയുന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ തുടക്കത്തിൽ ചേർത്തില്ല എങ്കിൽ പോലും കോടതി അന്ന് സുപ്രീം കോടതി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ തന്നെ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യലിസം എന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, സോഷ്യലിസം അല്ലെങ്കിൽ സെക്യുലർ തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇൻബിൽട്ട് ആണ് എന്നുള്ളത്. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിനെയാണെന്ന് കാണിക്കുന്നതെന്ന് സുപ്രീം കോടതി പിന്നീട് ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഇനീക്വാലിറ്റീസിനെ കുറക്കുകയും എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നൽകുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചറിനെ നമുക്ക് സോഷ്യലിസം എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കോടതി അവിടെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുന്നതിൽ, അതുപോലെ തന്നെ എല്ലാവരുടെയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉറപ്പുവരുത്തുന്നതിലും ഒക്കെയുള്ള ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ കോടതി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. എന്നാൽ 1990-കൾക്ക് ശേഷം ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം അല്ലെങ്കിൽ LPG റീഫോംസ്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ റീഫോംസ് കൊണ്ടുവന്നതോടുകൂടി, ഇതിനെയാണ് നിയോ ലിബറൽ റീഫോംസ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പുത്തൻ സാമ്പത്തിക നയം എന്നൊക്കെ വിളിക്കും. ഇത് പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ ഫോക്കസ് വെൽഫെയർ ഓറിയന്റഡിൽ നിന്ന് മാറിയിട്ട് പ്രൈവറ്റ് മാർക്കറ്റ് ഡ്രിവൺ ഗ്രോത്തിലേക്ക്
ഫോക്കസ് ചെയ്യുന്നതിലേക്ക് കാരണമായി. ഇത് നമ്മുടെ രാജ്യത്ത് വലിയൊരു ഇനീക്വാലിറ്റി രൂപപ്പെടാൻ കാരണമായി എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അതായത് പല സ്റ്റഡീസിലും കാണുന്നത് വെച്ചാൽ ഇന്ത്യയുടെ 22% ഓഫ് ടോട്ടൽ ഇൻകം കൺട്രോൾ ചെയ്യുന്നത് ജസ്റ്റ് 1% ഓഫ് ഇന്ത്യൻസ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ വെൽഫെയർ സമയത്ത് നമ്മുടെ രാജ്യത്ത് ആ ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി, എല്ലാവരെയും തുല്യരായിട്ടുള്ള ഒരു സൊസൈറ്റിയെ രൂപീകരിക്കാൻ ഒരുപാട് വെൽഫെയർ എഫേർട്ടുകൾ എടുത്തെങ്കിൽ അതിനെല്ലാം റിവേഴ്സ് ചെയ്യുന്നതാണ് പോസ്റ്റ് 1990s കാണുന്നത് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് എക്കണോമിക് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചു. അത് സോഷ്യൽ ഇനീക്വാലിറ്റിയുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. കാരണം അപ്പർ കാസ്റ്റിലുള്ള ആൾക്കാർ ഇന്ന് ഭൂരിഭാഗം ഉയർന്ന ജോലികളും ഉയർന്ന വരുമാനവും നേടുന്ന അവസ്ഥയിലായി. മാർജിനലൈസ്ഡ് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് ഗ്രൂപ്പുകൾ സമൂഹത്തിൽ സാമൂഹികമായും പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ്. അപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന ഇനീക്വാലിറ്റി ഡാറ്റ റിപ്പോർട്ടുകളിലും നമ്മുടെ രാജ്യത്ത് എക്സ്ട്രീം ആയിട്ടുള്ള വേജ് ഡിസ്പാരിറ്റീസ്, വേതനത്തിലുള്ള വ്യത്യാസം കാണാൻ പറ്റും. 10%, ടോപ്പ് 10% ആണ് ബോട്ടം 90%നേക്കാൾ കൂടുതൽ വരുമാനം ഏൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ആ ഇൻകം ഇനീക്വാലിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് വളരെ സിവിയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ സ്വപ്നം കണ്ട ഒരു വെൽഫെയർ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഇഗാലിറ്റേറിയൻ എന്ന് പറയുന്ന സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ കുറെ കൂടി മാറി നമ്മളുടെ രാജ്യത്ത് ഇനീക്വാലിറ്റി വൈഡൻ ചെയ്തു പോവുകയാണ്. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളിലുള്ള ഒരു ഡീവിയേഷൻ ആണ് ഇത് എന്നുള്ളതാണ് ഇവിടെ ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരിക, ഇന്ത്യൻ ഭരണഘടന കണ്ടുവച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യം എത്രമാത്രം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻകം ഇനീക്വാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, കാരണം ഇൻകം, എക്കണോമിക് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അത് നമുക്ക് DPSP കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം പോയിന്റുകൾ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് എഴുതാവുന്നതാണ് എന്നുകൂടി ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടാണ്. കോർണിയൽ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ചാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എന്താണ് കോർണിയൽ ബ്ലൈൻഡ്നെസ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ കോർണിയ ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.